ബാലൻ സിനിമയില് വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ തോക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് പിടിച്ച ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്തതല്ല ഞാൻ ഓർമ്മ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 76 വയസ്സ്. ഒറ്റ നെടുക കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നടന്നാ മതി. ജീവിതത്തിൽ നിന്ന് എന്ത് പഠിച്ചു? ജീവിതത്തിൽ നിന്ന് പലതും പഠിച്ചെന്റെ മോളെ. രഞ്ജിനി ഹരിദാസിന്റെ ആരെങ്കിലാണോ? അല്ല, ഇത് ഡോളി ഹരിദാസിന്റെ മക്കളാ. ശരി നോണയാട്ടോ. ഇവിടെ നിങ്ങളുടെ നോണ പറയുമ്പോ എനിക്ക് തിരിച്ചു വരട്ടെ. തൃശ്ശൂക്കാരും നല്ല സൂപ്പറാണ്. ഒരുതരം നല്ല മിടുക്കര്, എല്ലാ കഴിവുള്ളവര്, തകഞ്ഞിരിക്കുന്നവര്. എനിക്കൊരു ലവ് ഉണ്ട്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. ഓണപ്പുല്ലേ. This video is sponsored by White Gold. ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മളപ്പോ ഇന്ന് അമ്മുമ്മയെ കാണാൻ വേണ്ടി പോവാണ്. നമസ്കാരം ചേട്ടാ. എന്താന്നറിയില്ല, ഞാൻ വന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു സ്വീകരിക്കാൻ ഒരാള്. ഭാഗ്യം പാലക്കാട്ടുണ്ട്. അപ്പോ അമ്മുമ്മ നമ്മൾ പറ്റിക്കാൻ വേണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം അൽഫാമാണ്. ഞാൻ അൽഫാം ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ പോയി കോളിംഗ് ബെൽ അടിച്ചിട്ട് സ്വിഗ്ഗി നാന്ന് പറയും. ബാക്കി എന്തുണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. വാ, എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഹലോ, എന്ത് ചെയ്യാനാ? ലേശം മുൻചുണ്ടിക്കാരിയാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാ, എന്തായാലും നമുക്ക് നേരിട്ട് പോവാം. ഇത് നമുക്ക് പിന്നെ കൊടുക്കാം. ആദ്യം സൊമാറ്റോ. പിടിക്കൂ, അതിൻ്റെ ആള് തന്നെയാ. ഒരു ഫുഡ് ഡെലിവറി ഉണ്ട്. ഫുഡ് ഡെലിവറി ഉണ്ട്. ഒരു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ശരിക്കും? ശരിക്കും. പക്ഷെ ഓർഡർ ചെയ്യാത്ത വീടുകളിൽ വഴിതെറ്റി അൽഫാം കൊണ്ട് കൊടുക്കലാണ് എന്റെ ശീലം. ഇതാണ് വിശേഷം. സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. അപ്പോഴും ആ ഒരു ആഢ്യത്വം, അപ്പോഴും ആ ഒരു മാസ്, ഇപ്പോഴും ആ ഒരു മാസ്. ഈ അമ്മൂമ്മ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തൃശ്ശൂരിന്റെ അമ്മൂമ്മയാണ്. ബാലൻ സിനിമയില് അയ്യോ വേറെ ലെവൽ. ഒരു ഉമ്മ തരട്ടെ. ഉമ്മയ്ക്ക് പകരം ഇപ്പോഴത്തെ ട്രെൻഡ് അൽഫാം. ഇതാണ് നമ്മുടെ താരം എന്ന് പറയണത്. വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. ഇതില് മാസൊക്കെ ഒന്ന് കാണിച്ചു തരൂ. ഭയങ്കര കറങ്ങിയൊക്കെ ഫ്ലിപ്പൊക്കെ ഇത് ഓഫാണ്. ഓൺ ചെയ്യും. എന്നിട്ട് ബാക്ക്. അത് എന്റെ നെഞ്ചത്തേക്ക് തന്നെയാ. കറങ്ങണോ? പിന്നെന്താ? അടിപൊളി. കണ്ടാ? അതേ മതി. പണ്ടത്തെ കറക്കത്തെ പറ്റിയൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് ഇരുന്നാലോ? എന്നിട്ട് കറക്കല്ലേ? ഇല്ല, എന്നിട്ട് കറക്കൂന്നുള്ള പേടി മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തോക്കുണ്ടോ അവിടെ? തോക്കില്ല. സിനിമയിൽ മാത്രം നല്ല വെട്ടുകത്തിയുണ്ട്. കാച്ചും ഞാൻ. ശരി. അപ്പളേ എന്റെ ആരോഗ്യത്തിൽ പേടിയുള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഒരു 1 arm ഡിസ്റ്റൻസിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മൂമ്മയെ കാണാൻ വന്നതാന്ന്. അതെ, അമ്മൂമ്മയെ കാണാൻ വന്നതാ. ബാലൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ബാലികയാണ് ഈ തങ്കക്കുടം എന്ന് പറയുന്നത്. എങ്ങനെയാ കൊഞ്ചിക്കൊണ്ടിരിക്കാൻ തോന്നുക. എനിക്ക് ഏറ്റവും ഭയങ്കര വീക്ക്നെസ് ആയത് എന്താണെന്നറിയോ? എന്റെ അമ്മൂമ്മയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മൂമ്മ ഇപ്പൊ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാട്ടോ. ശരിക്കും അമ്മൂമ്മ ഇതുപോലെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇത്ര തന്റേടി ആയിരുന്നില്ല. പക്ഷെ ക്യാരക്ടറിന് വേണ്ടിട്ട് അങ്ങനെ ഞങ്ങള് കുറച്ച് തന്റേടി ആയിട്ട് തോക്കൊക്കെ എടുത്ത് അതൊന്നല്ല. സ്വയമേ ഞാൻ തന്റേടി തന്നെ. കുറച്ച് ഭീഷണി സ്വരമൊക്കെ അതുമല്ല. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 76 വയസ്സ്. 76 വയസ്സ്. അപ്പൊ പണ്ട് മുതലേ തന്റേടിയാ? അതെ, ഞാൻ എന്റെ ജീവിതത്തിൽ തന്റേടായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളൂ. ഇന്നും ഞാൻ തന്റേടിയാണെന്നാണ്. ഇതെങ്ങനെ ഈ സെലിബ്രിറ്റി ആയിട്ട് മാറിയത്? ഇതിനു മുമ്പ് വല്ല ഇപ്പൊ പാട്ട് പാടലോ ഡാൻസ് കളിക്കലോ നാടകോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വേറെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
6ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് പറയണ പോലെ ഗുസ്തി ഉണ്ട് കയ്യില്. ഗുസ്തി ഉണ്ട് കയ്യില്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒരു ചെറിയ നാടകം അഭിനയിച്ച് നടക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്നിലും വന്നിട്ടില്ല ജീവിതത്തിലായിരുന്നു നാടകം. ആ നാടകം എന്താന്നൊക്കെ ചോദിക്കണതിന് മുമ്പേ ഞാൻ ഒരു കാര്യം ചെറുതായിട്ട് അറിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് ഈഗോ അടിച്ചപ്പോ ഓടി വന്നതാ. തൃശ്ശൂരിൽ ഞാനിപ്പോ സ്റ്റാർ ആണെന്ന് ഒരാള് പറയാണ്. അപ്പൊ ഞാൻ എന്റെ പേരില്ലേ നക്ഷത്ര എന്നുള്ളത്. ബാലനിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ പേര് ഡോളി എന്നാണ്. ഡോളി അമ്മൂമ്മ തൃശ്ശൂർക്കാരുടെ ഇപ്പൊ സ്വന്തമായിട്ട് ബാലൻ സിനിമയിൽ എന്ത് രസമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. മുമ്പ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു ഒരാളും വിശ്വസിക്കില്ല കേട്ടോ. എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയേ? അതായത് ഞങ്ങള് കൊച്ചുപാൻ ഇവിടെ ഇരിക്കണ വിക്രക്കുട്ടൻ, അവനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, അത് വേറെ കാര്യം. അവൻ ദുബായിലായിരുന്നു. അങ്ങനെ അവൻ ദുബായിൽ നിന്ന് ക്രിസ്മസിന് വരുന്നു എന്നാണ് പറഞ്ഞത്. ആളിപ്പോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ പെങ്ങള് പറഞ്ഞു ഇങ്ങനെ ഒരാള് വിരുന്ന് വരുന്നുണ്ട്, അത് കാരണം അമ്മ ചോറും കറിയൊക്കെ ഞാനിപ്പോ അൽഫാമും കൊണ്ട് അപ്പൊ പിടിയുന്ന അപ്രതീക്ഷയായിട്ട് വന്നപ്പോ എനിക്ക് ആകെ ഷോക്കായി. എടാ സത്യം പറയടാ, അറബി പറഞ്ഞു വിട്ടതാണോ? അറബി പറഞ്ഞു വിട്ടതല്ലേ, കുറച്ചൊക്കെ സത്യം. ഇതല്ലേ വിത്ത്. അപ്പൊ അവനെങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നപ്പോ അങ്ങനെ ഞങ്ങൾ വെറുതെ അവനെ എടുത്തതാ. അപ്പൊ അവന് പിന്നെ ഒരു ഹരായി. പിന്നെ അവൻ എന്നെ കൊണ്ട് ഞങ്ങള് ഡാൻസും കൂത്തൊക്കെ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം കാണാത്തവരൊന്ന് കാണട്ടെ. ഓ റിയോൺ ഹീബർ. ചിലപ്പോ നമ്മള് സെൻസറിങ് ഒക്കെ ഒന്ന് ചെയ്യേണ്ടി വരുന്നു മാത്രം. കുറെ ഡാൻസും അതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള സ്റ്റണ്ടും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഫൈനലി നമ്മള് ബാലനിലെത്തി. അങ്ങനെ വന്നപ്പോ അവർക്ക് തോന്നി, ജിത്തുമാധവന്റെ ഭാര്യ കണ്ടപ്പോ തോന്നി ഇതിലേക്ക് നമ്മൾ പറ്റുന്നു. അങ്ങനെ അവര് എന്നോട് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു തടിയൊക്കെ ഉണ്ട്, അമ്മാവിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ വിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഗണപതി ആക്ടർ ഗണപതി ചിദംബരത്തിന്റെ ബ്രദർ വന്നു ചോദിച്ച അമ്മാമയ്ക്ക് അഭിനയം. അപ്പൊ ഇന്നെന്താ വെറുതെ പറഞ്ഞതാ. അതങ്ങോട്ട് കയറി ക്ലച്ച് പിടിച്ചു. ഈ ക്ലച്ച് പിടിക്കുന്നതിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഈ വീൽ ചെയറിൽ ആക്സിലേറ്ററും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചേ, എന്റെ അറിവിൽ അമ്മാമ്മ റീലില് ഡാൻസ് ഒക്കെ കളിക്കണ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ വീൽ ചെയറിൽ വന്നേന്ന്? എന്താ മറുപടി പറഞ്ഞേ? അത് ചുമ്മാതെ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ വീൽ ചെയറിൽ ഇരിക്കണ തോക്കും കൊണ്ടിരിക്കുന്നതാണ് ആഗ്രഹം. അപ്പൊ പിന്നെ ട്രെൻഡ് ആയപ്പോ ഞാൻ ഒരു കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളൊരു അൽഫാം ഫാനാണ്. അത് കഴിഞ്ഞാൽ ഞാൻ രഹസ്യമായിട്ട് എന്തൊക്കെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ആരോട്? ഇവിടെ ഒരു വിക്രക്കുട്ടൻ ഉണ്ടല്ലോ, അൽഫാം ഇഷ്ടമാക്കാണ്. താങ്ക് യു, വെൽക്കം. ഇവിടെ ആരൊക്കെ ഉണ്ട് ഈ വീട്ടില്? ഞാനും ഇവനും ഇവന്റെ അമ്മയും. ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് ഒക്കെ എത്രാം വയസ്സ്? എന്റെ ഹസ്ബൻഡ് ആള് പോയിട്ട് 10-16 കൊല്ലം. എങ്ങനെയാ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അന്നൊക്കെ ഇതുണ്ടോ ലവ് ഇല്ല. അന്ന് ലവ് ഇല്ലേ? ഇങ്ങനെ പോള പിടിക്ക പാലൊക്കെ പിടിച്ച് തൂക്കുപാത്രത്തിലൊക്കെ പോകുമ്പോ ചുമ്മാ രസത്തിന്. അപ്പൊ അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു? കൊറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറ്റിക്കലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞൊരു ഫാമിലി ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് പുള്ളി പോയി. പുള്ളി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി ഭാര്യ. പുള്ളിയാണ് സിനിമയുടെ പ്രാന്തൻ. ആണോ? ഞാൻ വിളിച്ചപ്പോഴേ ഇന്ന് ഡേറ്റ് ഉണ്ട്, നാളെ ഒരു ആഡ് ഷൂട്ട് ഉണ്ട്, മറ്റന്നാൾ ഒരു ആഡ് ഷൂട്ട് ഉണ്ട്, പിന്നെ ഒരു ദിവസത്തെ ഇന്റർവ്യൂ ഉണ്ട്, പിന്നത്തെ ഒരു ദിവസം റെസ്റ്റ്. മൊത്തത്തില് ബിസിയാ. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇതാണ്. എനിക്ക് വയ്യ. ഇപ്പൊ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാണ് ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചത്? അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഞാൻ ഇറങ്ങുമ്പോ ആൾക്കാർക്ക് എന്റെ നോട്ടപ്പുള്ളിയാ. അതെന്താ? ഈ ചക്കൻ പറ്റിയവനാ. ആ ചെക്കനിവിടെ വന്നേ അവന് ഇരിക്കട്ടെ ഇപ്പുറത്ത്. ഇതാണ് ഈ അമ്മൂമ്മയുടെ വഴക്കാളിയായിട്ടുള്ള ചക്കര പേരക്കുട്ടി. എല്ലാ കാര്യത്തിനും സപ്പോർട്ട്. എന്തോ നീ സിനിമയിൽ അഭിനയിച്ചു കണ്ടപ്പോ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. എന്താ അമ്മാമ നമ്മൾ കാണുമ്പോൾ വൈബാണ്. അന്നോട്ട് കസാരയിൽ യുദ്ധം, സിനിമയിൽ വീൽ ചെയറിലാണ് മാത്രം. കസാരയിൽ നിന്ന് എല്ലാം പണിയെടുക്കും. ചെയ്യും ഒരു ദിവസം. ഈ വീട്ടിലെ തുണി മുഴുവൻ അലക്കുന്നത് ഞാനാ. വിശ്വസിക്കില്ല. ഇരുന്നിട്ട് അടിച്ചു ആരും തുടക്കുകയും ചെയ്യില്ല. അത് മോൾക്കുള്ളത്. അടുക്കള വൃത്തിയാക്കുക, വെള്ളം പിടിക്കുക, എന്റെ റൂം വൃത്തിയാക്കുക, തുണികൾ മടക്കുക, ഇതൊക്കെ എന്റെ പണി. ഇതൊന്നും മോള് ചെയ്ത എനിക്ക് ഇഷ്ടപ്പെടില്ല. അതാ സത്യം. പുതിയ തലമുറയോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അയ്യോ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇന്ന് വ്യക്തമായിട്ട് കുറച്ചധികം ആരൊക്കെയോ എന്തൊക്കെയോ ഇൻസ്ട്രക്ട് ചെയ്ത് ബ്രേക്ക് ഇട്ട് വെച്ചേക്കാണ് 3 എണ്ണം അകത്തില്ലേ. അവര് ഭയങ്കര സാധനങ്ങളാ. ഞാൻ വീട്ടിൽ വന്നപ്പോഴേ
ഇവിടെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ, പകുതി പേര് ഇപ്പൊ മുറിയില്ല. അപ്പൊ അത് കാരണം ഇന്ന് ഭയങ്കര അച്ചടക്കം. എന്തൊക്കെയാണ് അവര് പറയരുത് എന്ന് അവര് പറഞ്ഞ അമ്മ തോന്നിയാസങ്ങൾ വിളിച്ചു പറയാണ്, അങ്ങനെയാണ് മൂത്തോള് പറയുന്നത്. തൃശ്ശൂർക്കാരെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞു. ശരിക്കും എവിടെയാ ജനിച്ചു വളർന്നേ? ഞാൻ ജനിച്ചത് കോട്ടയത്താണ്. പക്ഷെ അവിടെ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ നാട്ടിൽ നിന്നിട്ട്. എത്ര വയസ്സിലാ കല്യാണം കഴിച്ചേ? കല്യാണം കഴിച്ച 17 വയസ്സിലാണ്. 1/2 വയസ്സ് മുമ്പ് കല്യാണം കഴിച്ചോ? 20 വയസ്സിൽ പ്രസവിച്ചു. 27 വയസ്സായപ്പോ എല്ലാം അവസാനിപ്പിച്ചു ഞാൻ. അത് മോശമായി പോയി. അതെന്താ നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് ആയിരുന്നോ? അയ്യോ, ഫാമിലി 5 വേണം നിന്ന് സമ്മതിച്ചില്ല. 4 അവസാനിപ്പിച്ചു. നമുക്ക് 4 5 കല്യാണി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ അയ്യോ 5 വേണ്ട 7 വേണം, ആദ്യം 4 കല്യാണി നിർത്തിക്കോളാൻ വന്ന് നിർത്തി. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഈ 4 കല്യാണിമാരും ഈ ഭിത്തിക്ക് അപ്പുറം നിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയോ ഡയലോഗ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പഠിച്ചാ പഠിക്കണ ആളൊന്നുമല്ല ഞാൻ. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങൂല്ല കേട്ടോ, ഭീഷണിക്ക് വഴങ്ങൂല. ഞാൻ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും, തോന്നിയത് പറയും. ഈ തോന്നിയതൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, ഇപ്പൊ ആ തെങ്ങുമേലൊന്ന് കാരണം തോന്നിയാൽ ഞാൻ മെല്ലെ പോയി ഒന്ന് പിടിച്ചു നോക്കും. നമുക്ക് പോയി പിടിച്ചു നോക്കിയാൽ അല്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഈ കൈ കൊണ്ട് വെച്ച എന്താണ് ഏറ്റവും വലിയ കൈപുണ്യം? അതിപ്പോ ഞാൻ തിന്നു നോക്കുന്നവർക്കറിയാലോ, ഞാൻ എങ്ങനെയാ പറയാ. തിന്നു നോക്കാണ്ട് ഒരു അവസരം വേറൊരു ദിവസം വരുമ്പോഴാവോ ആവാ. ഈ നമ്മുടെ ബാലൻസ് സിനിമ കണ്ടിട്ടേ ആരെങ്കിലും ഒക്കെ ഇൻഡസ്ട്രിന്ന് വിളിച്ചോ? എത്ര പേര് വിളിച്ചു? ആരൊക്കെ? ഇപ്പൊ എന്തിനാ പറഞ്ഞ, ഒരാള് കല്യാണം കഴിക്കാൻ പറ്റും റെഡി ആയിട്ടായിരിക്കും. ഒരാള് കല്യാണം കഴിക്കാൻ പറ്റും റെഡി ആയിട്ടായിരിക്കും. പേരക്കുട്ടി പേരക്കുട്ടി പോയി കഴിയുമ്പോ തെരുവനാണ്. ഇനി ആരുടെ കൂടെ അഭിനയിക്കണം? എനിക്ക് ആഗ്രഹം മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണം. ചെറിയ ആഗ്രഹമുള്ളൂ, പക്ഷെ ടാലന്റ് വൈസ് ഞങ്ങൾക്ക് വലിയ ടാലന്റ് ഉണ്ട്. നടക്കാത്ത ആഗ്രഹമാണ് പറയുന്നത്. ആര് പറഞ്ഞു? കണ്ടിട്ടില്ലാത്തവര് ബാലൻസ് സിനിമ പോയി കാണണം. അത്ര അടിപൊളിയാണ്. ആത്മാർത്ഥമായിട്ട് പറയാ, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാരും പറഞ്ഞില്ലേ? എല്ലാരും. അപ്പൊ ലാലേട്ടനും മമ്മൂക്കയും ആരെങ്കിലും ത്രൂ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേലക്കാരിയുടെ പോസ്റ്റിംഗ്. പക്ഷെ ആ വേലക്കാരി ആയിരുന്നാലും നിങ്ങൾ വേലക്കാരി പക്ഷെ വേലക്കാരി ആയിരുന്നാലും ലാലേട്ടന്റെ മമ്മൂക്കയുടെ മോഹവല്ലി ആവും സിനിമയിൽ, അത് ഉറപ്പാണ്. അതിനുള്ള തന്റെ ഇടമൊക്കെ ഉണ്ട്. ഈ ഒരു റീലിൽ കൂടെയാണ് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇവര് വൈറൽ ആയിട്ടുണ്ടായിരുന്നത്. സോ എങ്ങനെയാ റീലൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇതന്നെ അടുത്ത് നിന്നിട്ട് തോണ്ടി ഓരോന്ന് പറയുമ്പോ അതെന്നിട്ട് അവര് ഞാൻ റീല എടുക്കണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഒളിക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇവന്റെ നാട്ടില് പാട്ടായി കഴിഞ്ഞപ്പോ പെങ്ങള് പറഞ്ഞു. പെങ്ങളപ്പോ വിളിച്ച് വല്യമ്മയോട് പറഞ്ഞു, വല്യമ്മ ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ നാണക്കടി, എനിക്കൊരു കല്യാണം കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞു. വല്യമ്മ ഉണ്ട നേരെ ഖത്തറിലായിരുന്നു എന്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് അപ്പൻ നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ഇറങ്ങടാ പുറത്ത്. അപ്പൊ അങ്ങനെ പറഞ്ഞടാ നമുക്ക് വാടകയ്ക്ക് പോവാം. പിന്നെ അതങ്ങനെ സ്ട്രോങ് കുറഞ്ഞു. സിനിമയില് കിട്ടിന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് തേച്ച ആൾക്കാർ എല്ലാവർക്കും സ്നേഹം. പിന്നെ റീൽസും ഇല്ല, തെറിയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ 2 ആളുമായി. പിന്നെ അതെ, ഇപ്പൊ നിങ്ങളാണ് വീട്ടിലെ സെലിബ്രിറ്റീസ്. ഇത്രയേ ഉള്ളൂ ലോകം. ജീവിതത്തിൽ നിന്ന് എന്ത് പഠിച്ചു? ജീവിതത്തിൽ നിന്ന് പലതും പഠിച്ചെന്റെ മോളെ. ഈ വീൽ ചെയറിൽ ആ ഒരു സീക്വൻസ് ഒക്കെ ഇല്ലേ, കണ്ടിട്ടില്ലാത്തവര് സിനിമ കാണുമ്പോ മനസ്സിലാവട്ടോ. ലൈക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വീൽ ചെയറിൽ വരുന്നു, മാസായിട്ട് ഇങ്ങനെ തിരിയുന്നു. അതൊക്കെ ഇങ്ങനെ ചെയ്തേ? അതൊക്കെ അങ്ങനെ ആവശ്യം വരുമ്പോ ചെയ്യില്ലേ, തന്നെ വരുമല്ലേ? ക്യാമറയുടെ മുന്നിൽ ആദ്യം നിന്നപ്പോ പകച്ചോ? ഞാനോ? അതല്ല, ആദ്യം എന്ന് പറഞ്ഞാലേ എനിക്ക് പകപ്പൊന്നുമില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പകച്ചിട്ടേ ഇല്ല. ഇത്രേ ആൾക്കാരുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സിനിമ എന്റെ വിചാരം ചിദംബരം അല്ല, അതിലും വിട്ടിട്ടേ പിന്നെ ആൾക്കാർ. പക്ഷെ എല്ലാവരും നല്ല സ്നേഹമുള്ള മക്കളാണ്. എന്റെ പ്രധാന ഹോബി സീരിയൽ കാണല. എന്നല്ല എല്ലാം ഉണ്ട്. എന്നെ അറിയൂ? ഞാൻ കാണാറുണ്ട്. ഭാഗ്യം. നക്ഷത്ര. ഇനി കുറ്റം പറയണ്ട, സീക്രട്ട് ആയിട്ട് പറഞ്ഞാ മതി. ഈ ചിരിയും ഈ ക്യൂട്ട്നെസ് ഒക്കെയാണ് കേട്ടോ സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായ. ആ തോക്കൊക്കെ അങ്ങനെ കറക്റ്റ് പിടിച്ച ഒരു ഷൂട്ടിംഗ് ഒക്കെ തന്നെ ചെയ്യുക.
എല്ലാം നമ്മുടെ അതെല്ലാം ഞാൻ ചെയ്തതെല്ലാം ഞാൻ ഒറിജിനൽ. പിന്നെ കല ഇങ്ങനെ ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർക്കാരുടെ ആ ഒരു ഇതാണല്ലോ. തൃശ്ശൂരെ പറ്റി പൊക്കി പറയണം എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാനാ പറയണ്ടേ. പറയൂ. അതെ, കോട്ടയംകാരിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കോട്ടയംകാരിയാണ് എൻ്റെ വീട് എടുക്കാൻ വന്നത്. അപ്പൊ അവക്കൊരു രസമായിക്കോട്ടെ എന്ന് കരുതി അവളെ ഒന്ന് പൊന്തിച്ച് വയ്ക്കാൻ തൃശ്ശൂർക്കാരെ ഞാൻ കുറ്റം പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച തൃശ്ശൂർ, എനിക്ക് 4 മക്കളും തൃശ്ശൂരാ. പക്ഷെ തൃശ്ശൂർക്കാരെ ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മക്കളുടെ കാര്യം പറഞ്ഞത്. എൻ്റെ ഒരു ഉഷാർ എൻ്റെ മക്കൾക്ക് ഇല്ല, അവർ ചണ്ണകളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ തൃശ്ശൂർക്കാർ കയറ്റി പിടിച്ചേക്കുക അവരെ. ഒരിക്കലും അല്ല, ഞാൻ തൃശ്ശൂർക്കാരെ അങ്ങനെ കുറ്റമൊന്നും പറയല്ല. പക്ഷേ അതിന് ചിലപ്പോ വന്നിട്ടുണ്ടാവും കേട്ടോ, വായ പോയ കോടാലി എന്തോ കീറിയിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ അവിടെ എല്ലാരോടും അത് തെറ്റാണ്, വയസ്സായി, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക. ഇപ്പൊ വായിന്നൊന്ന് പോയി ഇപ്പൊ ഞാൻ ഇത് ചെയ്യും, തിരിച്ചെടുക്കാൻ പറ്റും. ഞാനിങ്ങനെയാ എന്ത് പറഞ്ഞാലും അപ്പൊ എല്ലാരും ക്ഷമിക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വിട്ടോ, അങ്ങനെ ഇട്ടത് ഇങ്ങോട്ട് വിട്ടുവോ. നല്ല ചില്ലത്തിയാണ് കേട്ടോ. നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോ? അതെന്റെ സ്ഥിരം ഹോബിയാണ്. പോളിഷിടുക, മൈലാഞ്ചി. ഏറ്റവും ലൈറ്റ് കളർ നോക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. ലൈറ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? ഇപ്പൊ പറയാനുള്ള പെൺകുട്ടികളോട് മാനം മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടക്കുക ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ആണുങ്ങൾ ഇങ്ങോട്ട് തോണ്ടി അങ്ങോട്ട് പിച്ചാൻ മറക്കരുത്. എങ്ങനെ പിച്ചിട്ടൊന്ന് പിച്ചു? പിച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ മയക്കി ചിരിച്ച് അവരെയും കൊണ്ട് നടന്ന് മുതലൊക്കെ എടുത്തിട്ട് ആമ്പിള്ളാര് കുറ്റക്കാരാന്ന് പറയരുത്. സത്യം. 2 കൈയടിച്ചാലേ പ്രശ്നം വരുള്ളൂ. അപ്പൊ എന്ത് വേണം, നല്ലപോലെ രുചിച്ച് നോക്കിയിട്ടല്ല അറിയാം. നമ്മള് മനസ്സിലാക്കി നമുക്ക് രുചിച്ച് നോക്കിയിട്ടാണ് ഇന്ന് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്നത്. തെറ്റിദ്ധരിച്ചില്ല, ഞാനും തെറ്റിദ്ധരിച്ചു. രുചിച്ച് നോക്കണം. അല്ല, അത് നോക്കിയിട്ടാണ് ഇപ്പൊ കെട്ടുന്നത്. ഓ ഐ സി. അതല്ല, ഐ മീൻ ആദ്യം ലിവിങ്, ഞാൻ ഇത്രയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം ലിവിങ് ടുഗദർ, എന്നിട്ട് കല്യാണം കഴിക്കണോ കഴിക്കണ്ടേന്ന്. അങ്ങനെ പാടില്ല, അതാണ് പോയിന്റ്. പിന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുക, പ്രേമിക്കണ്ട, സ്നേഹിച്ച്. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ വരച്ചിട്ട് അത് കണ്ട് പെടുന്നത്. നന്നായി ജീവിച്ചാൽ എല്ലാ മക്കൾക്കും നല്ലത്, മാതാപിതാക്കൾക്ക് സന്തോഷം. പിന്നെ ആൺപിള്ളേരെ കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. അവരെ ജോലിയാണ്, അതവര് കൃത്യമായിട്ട് ചെയ്യും. അതിൽ അകപ്പെടാതിരിക്കുക, അവിടെ നിന്നൊക്കെ അകപ്പെടാതിരിക്കേണ്ടതാണ് പെൺകുട്ടികളുടെ ഡ്യൂട്ടി. കറക്റ്റ്. എന്റെ ബാക്കിലെ ക്യാമറാമാൻമാർ അവരെന്താ ചെയ്തെന്നറിയോ? അവർ തിരിഞ്ഞിട്ട് അവരുടെ സ്വഭാവം. അപ്പൊ അതാണ് എനിക്ക് എന്റെ മക്കളും ചെറുപ്പത്തിൽ ഞാൻ അവരെ ഇടവും വലവും നിന്നിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ അവരൊന്ന് ലൈൻ അടിക്കാൻ സമ്മതിക്കില്ല, ഒരു ഫ്രീഡം കൊടുത്തില്ല. പേരക്കുട്ടിക്കോ? അവനോട് ഞാൻ പറഞ്ഞിട്ട് മോനെ 2 കാര്യം ചെയ്യരുത്. കളവ് ചെയ്യരുത്, പെൺകുട്ടികളെ വേദനിപ്പിക്കരുത്, കരയിപ്പിക്കരുത്. എന്താ വെച്ചപ്പോ പെൺകുട്ടികളെ കണ്ടു നോക്കി തമാശ പറഞ്ഞ് ചിരിച്ചോ കളിച്ചോ അതൊക്കെ രസം. അവരുടെ ലൈഫ് തൊട്ട് കളിക്കരുത്. ഈ 2 ഉപദേശം ഇന്ന് വരെ എൻ്റെ മോൻ അങ്ങനെ ചെയ്തില്ല. ചെയ്താൽ ഞാൻ അവന് ശരിയാവും. അമ്മാമ ബാക്കി ആരുടെ കാര്യത്തില് സ്ട്രോങ് ആണെങ്കിലും പുള്ളിയുടെ കാര്യത്തിൽ ഇത്തിരി സ്ട്രോങ്ങാ. പക്ഷെ അവൻ ചെയ്യില്ല. ഇത് 2 കാര്യം അവനില്ല. എന്താ? തേപ്പ് മിഷനാ. അമ്മമ്മ കാണാറുണ്ടോ അവൻ അവിടെ? അയ്യോ, ഞാൻ എന്തുണ്ടായാലും ഞങ്ങള് തുറന്നു ഒരു കൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ അമ്മയോടൊന്നും പറയൊന്നുമില്ല അങ്ങനെ. മിക്ക കാര്യങ്ങളും പറയും. 90% അമ്മയോട് പറയില്ല. എന്താ വെച്ചാ പറയില്ല. അമ്മാമ്മയോട് എന്ത് പറഞ്ഞാലും ഞങ്ങള് തമ്മിലത് നിക്കുള്ളൂ. ഈ മതിലിന്റെ പുറത്തേക്ക് അങ്ങോട്ട് പോവില്ല. ഞാനിന്ന് ഇവിടെ വന്നത് തന്നെ എന്റെ അമ്മൂമ്മ കളക്ടറേറ്റിൽ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ, അമ്മ, അമ്മൂമ്മ, ഞങ്ങൾ 3 പേരായിരുന്നു വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛൻ ഗൾഫിലായിരുന്നു. ഇതുപോലെ എന്റെ അമ്മയുടെ അടുത്ത് പറയാത്ത രഹസ്യങ്ങള് വരെ എന്റെ അമ്മൂമ്മയുടെ അടുത്ത് ഭദ്രായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അമ്മൂമ്മ. അപ്പോഴേ നല്ല അടിപൊളി മഴ അവിടെ. രവീന്ദ്ര മാഷിന്റെ സംഗീതമാണ് ശരിക്കും ഇതിന്റെ കോമ്പിനേഷൻ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പാട്ടിലേക്ക് എന്നെ ആരും വിളിക്കരുത്, കാരണം അത്ര നല്ല സൗണ്ടാ. സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചു. ഇനി പാട്ടും കൂടെ പാടി എല്ലാവരും കേക്കട്ടെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ
മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടി. ഓ സൂപ്പർ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പുതിയ പെൺകുട്ടികളെ ഈ സൗന്ദര്യ സംരക്ഷണമായിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യും, അതിനോടൊക്കെ അതൊക്കെ ചെയ്തോട്ടോ. ചെയ്യണോ? നോനോ, എനിക്ക് ദൈവം അത്യാവശ്യം വേണ്ട സൗന്ദര്യം തന്നുണ്ട്. അത് ഞാൻ കുളമാക്കാൻ താല്പര്യമില്ല. പിന്നെ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ തേക്കിട്ടിട്ട് എന്തൊക്കെ ഇടുമ്പോ അത് മാത്രം. ഫെയർ ആൻഡ് ലവ്ലി കാലത്തും വൈകിട്ടും അതില്ല. നീര് വല്ലവരും വരുന്നു എന്ന് പറയുമ്പോ മുഖമൊക്കെ ഒന്ന് കഴുകിട്ടേ. ഇന്നിപ്പോ ഇന്ന് തരില്ല, കഴിഞ്ഞു. മോള് കൊണ്ടുവന്ന് എന്നോട് പറയണ്ടേ ഞാൻ കൊണ്ടിരില്ല അൽഫാമിന്റെ കൂടെ. അത് കാര്യമില്ലല്ലോ. ശരി നോണയാട്ടോ. ഇവിടെ നിന്ന് നോണ പറയുമ്പോ എനിക്ക് തിരിച്ചു പറഞ്ഞേ. അപ്പോ ഡോളി അമ്മൂമ്മയുടെ കൊച്ചുമോനെ നമ്മൾ കണ്ടു. ഇനി 4 കല്യാണിമാരില് 3 കല്യാണി അല്ലേ? 3 കല്യാണിമാരെ, അതായത് മക്കളെയും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അവരെ നമ്മൾ ഇതുവരെ എവിടെയും കാണിച്ചിട്ടില്ല അല്ലേ? എവിടെയും കാണിച്ചിട്ടില്ല. എവിടെയും കാണിച്ചിട്ടില്ല. കാണിക്കാൻ കൊണ്ടുവരാത്തവരായ കാരണം കൊണ്ട് കാണിച്ചില്ല. സ്വന്തം മക്കളാണെന്ന് മറക്കരുത്. എന്നാ കല്യാണി 1, കല്യാണി 2, കല്യാണി 3 പോരട്ടെ. ഇത്തിരി നാണവും കൂടെ ആവാം. മൂത്തോരിറങ്ങും. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഓരോരുത്തരെ. നമ്പർ 1 പഞ്ചമി. എല്ലാ കാര്യത്തിലും ഗുഡാണ്. അവളൊരു ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മൂപ്പരാണ്. വളരെ കൃത്യയോടും വൃത്തിയോടും ചെയ്യുന്ന ഒരു വ്യക്തി. ഇതെന്താ കൊച്ചുമോൻ ചിരിക്കണേ അവിടെ ഇരുന്നിട്ട്? ചെറുതായിട്ട് കള്ളം പറഞ്ഞതാണോ? മൂത്ത കല്യാണി വരൂ. മൂത്ത കല്യാണി വരൂ, ഇവിടെ നിന്നോളൂ. ഇതാണ് മൂത്ത കല്യാണി. മൂത്ത കല്യാണിയുടെ പേര് പറയൂ അമ്മൂമ്മേ. പുഞ്ചിരി. അയ്യോടാ, പേരെന്തായിരുന്നു? പഞ്ചമി. പുഞ്ചിരി, മഞ്ചരി, പഞ്ചമി, രഞ്ജിനി. അതിൽ മഞ്ചരി മരിച്ചുപോയി. ഇത് പുഞ്ചിരി. സ്റ്റാർ മാജിക്കലേ ഞാൻ പേരിടാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഓരോ ഗെയിമിന് നമ്മൾ ഇത്തിരി നേരത്തെ പരിചയപ്പെട്ടിരുന്നു, പേരിടാറുണ്ട്. അപ്പൊ ഇവളെ പറ്റി പറയാന്ന് വെച്ചാൽ എന്റെ ഭീഷണിയാണ് ഇവള്. എന്നെ എപ്പോഴും ഓരോ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണി പറയാ, അതാ ഇതാ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി ഇവള്. വേറൊന്നും പറയില്ല, ഭീഷണി. തൃശ്ശൂർക്കാരെ പറ്റി പറഞ്ഞെന്ന് വെച്ചിട്ട് അവള് പറഞ്ഞ ഞാൻ കൊടിയായിട്ട് വരും, എന്റെ അപ്പം തൃശ്ശൂർക്കാരനാണ്, ഞങ്ങള് തൃശ്ശൂർക്കാരാണ്, പിന്നെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാവിലെ വൈകിട്ട് കുറച്ച് നേരത്തോടെ ഭീഷണിയാണ്. അത് കാരണം തൃശ്ശൂർക്കാര് നല്ല സൂപ്പറാണ്, ഒരുതരം നല്ല മിടുക്കര്, എല്ലാ കഴിവുള്ളവര്, എന്താ പറഞ്ഞ തികഞ്ഞിരിക്കുന്നവര്. സന്തോഷായില്ലേ? എനിക്കിപ്പോ എങ്ങനെയായി? മതിയായ. ശരി. അപ്പൊ മൂന്നാമത്തെ ഒരു കല്യാണം എല്ലാം മനസ്സിൽ വെച്ച് കടിച്ചമർത്തുന്നവൾ. അവളൊന്നും പുറത്തേക്ക് വിടില്ലെങ്കിലും ഭീഷണി ചേടിച്ചെഞ്ഞിട്ടായിട്ട് ന്യൂസ് പറയുക, എടുക്കുക, അതാണ്. പക്ഷെ അവളൊന്നും വ്യക്തമായിട്ട് പറയും. രഞ്ജിനി. രഞ്ജിനി ഹരിദാസിന്റെ ആരെങ്കിലാണോ? അല്ല, ഇത് ഡോളി ഹരിദാസിന്റെ മക്കളാ. ഇനി ഞാൻ പ്രസവിക്കാത്തൊരു കുട്ടിയുണ്ട്. എന്റെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തു തരുന്നൊരു മോളാണ്. എന്താ പേര്? അജിത. അയ്യോ, പേര് ഞാനും കൂടെ പറഞ്ഞു, അജിത. ശരി, ഒരു കാര്യം ചെയ്യാം, ഒരു പേരും കൂടി ഇടാം നമുക്ക് പ്രാസത്തിന്. എന്ത് പേരിടണ്ടേ? മഞ്ചരി എന്നിട്ടോ? മഞ്ചരി. മഞ്ചരി ഉണ്ടല്ലോ, വേറൊരു പേര്? പുഞ്ചിരി, മഞ്ചരി, പഞ്ചമി, രഞ്ജിനി. അതാണ് 4 മക്കളും. അഞ്ചാമത്തെ ഒരു പേരും കൂടി. അഞ്ചാമത്തേത് ശ്രീരഞ്ജിനി. ശ്രീരഞ്ജിനി. ഓക്കേ, അതാണിത്, ശ്രീരഞ്ജിനി. ഇനി എന്റെ ഒരു മരുമകനുണ്ട് ഇവിടെ, ഒളിച്ചിരിക്കാതെ കള്ളനാ. ഇപ്പൊ പുഞ്ചിരിയുടെ ഭർത്താവ്. അത് മാത്രമേ ഉള്ളൂ. 4 പെൺകുട്ടികളുടെ ഭർത്താവില് 2 ആള് ജീവനോടെ ഉണ്ട്. അപ്പൊ മോള് മരിച്ചതിന് ശേഷം അവനായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. പിന്നെ ഉള്ള ഒരാളാണ് ഞങ്ങളുടെ കുടുംബത്തെ കാർന്ന്. വീട്ടിലെ കാർന്നവരെ പറ്റിയും വളരെ നല്ല അഭിപ്രായം. ആള് ഇത്തിരി കള്ളനാട്ടോ, പറയാലോ. പാവമാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് കള്ളത്തരമൊക്കെ വേണം. അങ്ങനത്തെ കള്ളത്തരമൊന്നുമില്ല. ഞാൻ ചുമ്മാ തമാശന് പറഞ്ഞു. അവനൊരു ബഹുമാനായിക്കോട്ടെ. ആള് കുടിക്കില്ല, വണ്ടി ഓടിക്കുമ്പോ കുടിക്കില്ല. മദ്യം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര അലർജിയാണ്. അല്ല, നേരെ മറിച്ച് തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിലോ, പുള്ളി വണ്ടി ഓടിക്കുമ്പോ കുടിക്കില്ല, നമ്മളോ? ഞാൻ എനിക്ക് അടിക്കടിക്ക് കുടിക്കും. അതിനെനിക്ക് വണ്ടി ഓടിക്കണം എന്നൊന്നുമില്ല. വേണ്ട. പിന്നെന്തൊക്കെയാ ഹോബി?
വേറെ പറഞ്ഞാൽ നല്ല അധ്വാനിയാണ് ആള്. ക്യാൻസർ രോഗിയാണെങ്കിലും ആയിരുന്നു. ഇപ്പം അതൊന്നും വിഷയമല്ല. നല്ല സ്മാർട്ടായിട്ട് പണിയെടുക്കുന്ന ഒരുത്തന്നെ, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഇടയ്ക്ക് ഇത്തിരി വെള്ളം അടിക്കുന്നത് തട്ടുന്നൊക്കെ. കാരണം എനിക്കൊരു ഭാര്യ ഭർത്താവ് വെള്ളം അടിച്ചാ ഇതാ പണി. ശരി, അപ്പൊ എന്തായാലും ഈ ഫാമിലി കോളം ഭാര്യ ഭർത്താവ് വെള്ളം അടിച്ചാൽ അവള് തെറ്റടിച്ചിട്ട് തന്നെ കുളത്തിൽ ചാടിക്കാൻ അവള് കുടിക്കില്ല, എന്റെ മക്കളൊന്നും കുടിക്കില്ല. പറഞ്ഞു മൊത്തത്തില് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കേസാവുകയെ. അതെ, ഒരു വീടിന്റെ കുറുക്കഞ്ചേരിയില് അങ്ങോട്ട് പോന്നോളൂ. അപ്പൊ ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരാളും കൂടെ വേണം. കള്ളം പവിത്ര. ശരി, അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഈ ഫാമിലിയുടെ വൈബ് എന്ന് പറഞ്ഞ. ശരിക്കും ഇത്രയും ആൾക്കാർ എല്ലാരും കൂടെ നിൽക്കുമ്പോ എല്ലാരും ഭയങ്കര ചിരി കളി തമാശ. അപ്പൊ പിന്നെ മാസ്റ്റർ പില്ലർ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലേ അമ്മൂമ്മേ? അതെ, ഞങ്ങളുടെ വീട്ടിൽ വഴക്കൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും പച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും. കളവും സൂത്രങ്ങളും ഒന്നുമില്ല. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വീടാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ലോഫിംഗ് വില്ലാന്നും ഓപ്പൺ വില്ലാന്നും നമുക്ക് വേണ്ടി. അപ്പോഴേ ഈ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളുടെ അടുത്ത് അമ്മയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ട്രോള് കണ്ടു അമ്മേനെ പറ്റിട്ട്, മക്കളെയും ഭർത്താവിനെയും കുറ്റം പറഞ്ഞു. അമ്മ അത് പറഞ്ഞു പോയി. പക്ഷെ ഞങ്ങളെ നന്നായി നോക്കിയിട്ടുള്ളത് അമ്മേന്ന്. അത്രയാണെങ്കിൽ അതൊക്കെ അപ്പത്തെ ഒരു ഇതിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമ്മളത് വിട്ടു. ഞാൻ കുറെ ചീത്തയൊക്കെ പറഞ്ഞ അമ്മേനെ തൃശ്ശൂരുകാരെ പറഞ്ഞു. കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ ഇതേ വൈബാണല്ലേ നിങ്ങൾ എല്ലാരും കൂടെ? ഇതേപോലെ ഈ ചിരി അങ്ങനെ. എന്നെ പറ്റി 2 വാക്ക് കേക്കട്ടെ. അമ്മ എപ്പോഴും എന്നെ ചീത്ത പറയും. സാധനം എടുത്തോടത്ത് വെച്ചില്ല, അതില്ല ഇതില്ല, എപ്പോഴും ചീത്ത പറയണ നീ അവിടെ വെച്ച് ഇവിടെ വെച്ചത്. അമ്മ അങ്ങനത്തെ ആളല്ല, കൃത്യമായി ചെയ്യുന്നതും ഇന്ന കാര്യം വിചാരിച്ച പോലെ ചെയ്യുന്ന ആളാണ്. ഞങ്ങളും അമ്മയുടെ ഒപ്പം എത്താൻ സമയങ്ങൾ കുറെ എടുക്കും. അമ്മയുടെ എത്തില്ല, ഒരിക്കലും എത്തില്ല. അമ്മയെ പറ്റി നുണ പറയും. അമ്മ സ്മാർട്ടാണ്. അപ്പോഴേ ഇനി പടം കാണാത്തവരോട് എന്താ പറയാനുള്ളത്? ഞങ്ങളെല്ലാരും ബാലം പടം കാണും. ഞങ്ങളുടെ ദയനീയ അവസ്ഥയിൽ ഞങ്ങളുടെ പടം കണ്ട് എല്ലാരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും കൂർക്കഞ്ചേരിന്ന് ഇവിടം വരെ വന്ന് എനിക്ക് കാണാം. ഞാൻ തൊട്ടടുത്താണ് കേട്ടോ, ഒരു 10-20 മിനിറ്റേ ഉള്ളൂ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ അമ്മമ്മ ഇവിടെയും കൂടെ ആണെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. എന്റെ അമ്മമ്മ അടുത്ത് വന്നൊരു വൈബായിരുന്നു. അപ്പൊ അൽഫാമ ഞാൻ പോയിട്ട് കഴിക്കണം. പോയിട്ട് നിങ്ങൾ കണ്ട കൊതി പറ്റിയാലോ. അപ്പൊ ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ തരാം. ഓക്കെ, എന്ത് തന്നാലും ഇങ്ങോട്ട് തന്നോ, അത് എടുത്തോളാം. ഇത് നമ്മുടെ ഗുലാബിയുടെ എനിക്ക് കുഞ്ഞൊരു സാരി ബ്രാൻഡ് ഉണ്ട്. ഒരു സാരിയാ. ഞാൻ അറിഞ്ഞു സാരി ഭയങ്കര ഇഷ്ടാണെന്ന്. അതായത് ഈ സാരി അല്ല കേട്ടോ, പഴയ സാരിയാ. ഈ സാരി ഉടുക്കില്ല ഞാൻ പഴയ സാരി ആർക്കും. ഈ ചവിട്ടികളൊക്കെ ഞാൻ തയ്ച്ചിടുന്നതാ. ഓ, എല്ലാം അടിപൊളി. ഹാൻഡ് മെയ്ഡ്. ഓ, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യൂല്ലേ? ഈ സാരി വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യും. അയ്യോ ചെയ്യില്ല, അത് ചെയ്യില്ല. കല്യാണിയിലൊന്ന് പൂക്കും. അതല്ല, എന്റെ നെഞ്ചത്തെ ചവിട്ടണ പോലെയോ. അത് ചെയ്യില്ല, അതാ ഞാൻ പറഞ്ഞത്. പുതിയ സാരി ഞാൻ യൂസ് ചെയ്യില്ല. ഇതൊക്കെ ഞാൻ നൈസ്, അടിപൊളി. അപ്പൊ എന്തായാലും ഈ വീട്ടിലെ ചിരി ഇതുപോലെ തന്നെ നിക്കട്ടെ. 75-ാം വയസ്സിൽ അടിപൊളി ഒരു സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് നമ്മുടെ അമ്മൂമ്മ. അപ്പൊ ഡോളി അമ്മൂമ്മ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബിഗ് സ്ക്രീനിൽ ഒരുപാട് അവസരങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് മമ്മൂക്കയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പറ്റട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ജഗജില്ല എന്താ പറയാ ജിഞ്ചില്ലാക്കടി അമ്മൂമ്മ ഉണ്ടായെങ്കിലോ എന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ബൈ. എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തോളൂ, വീശിക്കോളൂ. ഓ പോടാ പുല്ലേ. This video is sponsored by White Gold.